പുതുപ്പള്ളി പഞ്ചായത്ത് ഇവിടെ ഒരു വികസന സദസ്സ് സംഘടിപ്പിച്ചിരിക്കുക. എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ ഫോട്ടോയും എൻ്റെ ചിത്രവും ഉപയോഗിച്ചുകൊണ്ട് അവർ എല്ലായിടത്തും ഫ്ലെക്സ് വെച്ചിരിക്കുക. ഇത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഞാൻ മാത്രമല്ല UDF മുഴുവൻ ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു ചടങ്ങിന് നിങ്ങൾ എൻ്റെ ഫോട്ടോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അടുത്ത ഒരു കാര്യം കൂടെ അവർ ചെയ്തിരിക്കുകയാണ്. ഒരു മിനി സിവിൽ സ്റ്റേഷൻ 2ാം ഘട്ടം ഉദ്ഘാടനം എന്നാണ് പറയണേ. 5 വർഷമായിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സ്ഥലത്ത് 2ാം ഘട്ട വികസനം എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ പേരിട്ടുകൊണ്ട്, എന്താ, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി ഹാള് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് വന്നതാണ്. അതിന് പേരിടുന്നില്ല. പണി പൂർത്തിയാകാത്ത, പണി എന്താ പറയുക, ഒരിടത്തും എത്താത്ത, ഈ ഗവൺമെൻറ് നിലച്ച് വെച്ചിരിക്കുന്ന, അത് നിർത്തിവെച്ചിരിക്കുന്ന വലിയ അവകാശവാദങ്ങളാണ് പലപ്പോഴും. ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞവർ ഇവിടെ സിവിൽ സ്റ്റേഷൻ 5 വർഷമായിട്ട് അനക്കിയിട്ടില്ല. ഇന്ന് എലക്ഷൻ അടുത്തപ്പോൾ ഇവിടെ ഒരു ഫേസ് 2ന്റെ ഉദ്ഘാടനം, അതും അദ്ദേഹത്തിൻ്റെ പേര് നൽകിക്കൊണ്ട്. എന്തൊരു സാഹചര്യമാണ്. CPMന് അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കേണ്ടി വരികയാണ്. ആരെയാണോ കല്ലെറിഞ്ഞത്, ആരെയാണോ 9 വർഷക്കാലം വേട്ടയാടിയത്, അദ്ദേഹത്തിനെ ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കി CBI എൻക്വയറി അയച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ച് ഇലക്ഷൻ നേരിടാൻ CPM ശ്രമിക്കുന്നു. ഇതിൽ പരം രാഷ്ട്രീയമായൊരു നാണക്കേട് CPMന് ഇല്ല എന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇതേപോലുള്ള നിലപാടുകൾ, ഇപ്പോൾ തൊട്ടപ്പുറത്ത് മണർകാട് പഞ്ചായത്ത് ഇതേ നിലപാടിലേക്ക് പോയിരിക്കുക. എന്താ, ഞാൻ ഏപ്രിലിൽ ഒരു കത്ത് കൊടുത്തു കളിസ്ഥലത്തിന് വേണ്ടി. ഇത്രയും നാൾ അനക്കാതെ വെച്ചു. മീനട നടത്തി, മീനട അവരുടെ പേരും വന്നു. ഇത് 6 മാസക്കാലം സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ എൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് മുഴുവൻ എൻ്റെ ഫണ്ടും ചിലവായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി മാത്രം ഒരു CPM നടത്തുന്ന വളരെ തരം താഴ്ന്ന പരിപാടികൾ, അത് കേരള സമൂഹം തിരിച്ചറിയും, പുതുപ്പള്ളിക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ അവമാനിച്ചവരാ ഇത്. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് വോട്ട് തേടാൻ ശ്രമിക്കുന്നത് 6 പേര് വെച്ച് വോട്ട് തേടാൻ ശ്രമിക്കും എന്നുള്ളതിന് തെളിവാണ്. അദ്ദേഹത്തെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നരകത്തിൽ പോലും വിശുദ്ധനാകത്തില്ലെന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ഇപ്പോഴും അവഹേളനമാണ് അദ്ദേഹത്തെ. പക്ഷെ ഇവിടെ പുതുപ്പള്ളിയിൽ എന്ത് ചെലവാകും ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പേര് ചെലവാകും. അതാണല്ലോ സ്ഥിരം തന്ത്രം. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വോട്ട് തേടാൻ CPM ശ്രമിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം പുതുപ്പള്ളിക്കാർ തിരിച്ചറിയും. ശക്തമായ മറുപടി പുതുപ്പള്ളിയും മണർകാട് ഉൾപ്പെടെ